അപ്പൊ ഈ രാത്രി 12 മണി ആയപ്പോൾ നമ്മൾ മേടിക്കാൻ ഇറങ്ങിയേക്കും. ഇതില്ലാതെ പരിപാടിയില്ല. അത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ അതെ. ഇപ്പോൾ 11 മണി കഴിഞ്ഞപ്പോഴും ഇവിടെ റോഡ് സൈഡിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊഞ്ചും മാങ്ങയും ഒക്കെ ഇങ്ങനെ നേരത്തെ വെച്ച് കച്ചവടം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഇവിടുത്തെ കടയിലെ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം എന്താണ് ഈ രാത്രി 11 മണി കഴിഞ്ഞിട്ടും ഇവരെല്ലാം അടയ്ക്കാതെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. നല്ല തിരക്കുമുണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ. ഇപ്പോൾ ആൾക്കാരൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. നമുക്ക് ചേച്ചിയോടൊന്ന് ചോദിക്കാം. ചേച്ചി, ചെട്ടുളങ്ങര കുംഭഭരണി ഏറ്റവും പ്രശസ്തമായ ഒരു ഇപ്പം കുംഭഭരണി നാളെ രാവിലെയാണ് കുംഭഭരണി. മാർച്ച് 4-നാണ് കുംഭഭരണി. അന്നേരം അമ്മയുടെ ഇഷ്ട വിഭവമാണ് കൊഞ്ചും മാങ്ങയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിത് കച്ചവടത്തിന് ഇറങ്ങിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശസ്തി എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. കാരണം എല്ലാവരും നമ്മുടെ നാട്ടുകാരെന്നല്ല ഇത് കാണുമ്പോഴും ചെട്ടുളങ്ങര അമ്മയുടെ ഇഷ്ടം കാരണം എല്ലാവരും ഇത് അത് വെക്കുന്ന എങ്ങനെയാന്ന് എടുക്കുന്ന എങ്ങനെയാന്ന് എല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ കൊഞ്ചും മാങ്ങയുടെ കൂടെ വേറെ എന്താണ് നമ്മളിട്ട് കറി വെക്കുന്നത്? മുരിങ്ങയ്ക്കായോ? മുരിങ്ങയ്ക്കല്ല, തത്തച്ചുണ്ടൻ മാങ്ങയുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുരിങ്ങയ്ക്കായും പടവലങ്ങയും ഒക്കെ ആഡ് ചെയ്യും. ഏറ്റവും കൂടുതലും പോകുന്നത് കൊഞ്ചും മാങ്ങയാണ് മെയിൻ. അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കറി വെക്കാം. ഓരോരുത്തർ മാങ്ങ തന്നെ വേണം. തത്തച്ചുണ്ടൻ മാങ്ങ തന്നെ വേണം. അതാണ് സ്പെഷ്യൽ. അപ്പൊ നമ്മൾ ഈ തത്തച്ചുണ്ടൻ മാങ്ങ എന്ന് കാണിച്ചേ. ഇതാണ് കേട്ടോ തത്തച്ചുണ്ടൻ മാങ്ങ. ഇതാണ് അപ്പോൾ തത്തച്ചുണ്ടൻ മാങ്ങ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഇതാണ് ചെട്ടുളങ്ങരയിലെ തത്തച്ചുണ്ടൻ മാങ്ങ. ഇല്ല, ഞങ്ങള് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ ഓരോരുത്തർ വന്നോണ്ടേ സന്ധ്യയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടോണ്ട് ഓരോ ആൾക്ക് ദൂരക്കാരായാലും വന്നോണ്ടിരിക്കുക. അപ്പം പിന്നെ ആള് വരുന്നതിനനുസരിച്ച് നമ്മളോട് ഇന്നലെ ആണെങ്കിൽ 12-1 മണിയായി പോയത്. ഇന്നലെ ഇന്നും ആ സമയം ആവും എന്തായാലും. തീർച്ചയായും ഇപ്പം തന്നെ 12 മണിയായി. അപ്പൊ ഇനി എന്തായാലും ചിലപ്പോ 1 മണിയാവും അടയ്ക്കുമ്പോ അല്ലേ? ഇവിടെ അടുത്തേനാണോ താമസമൊക്കെ? അടുത്തേനാണോ? അടുത്തേനെ. ഇനിയിപ്പോ ഇത് നാളെ ഉണ്ടോ നമുക്ക്? അതോ നാളെ വൈകുന്നേരം വരെ ഉണ്ടോ? നാളെ ഉച്ചയോടെ അവസാനിക്കും. പിന്നെ കുതിര പിടിക്കാൻ നമ്മുടെ കരക്കാര് കുതിര കിട്ടുന്നത് നമ്മളെല്ലാരും കൂടെ കുതിരച്ചോട്ടി പോകണം. അതിനുമായിട്ട് ബന്ധപ്പെട്ട് പോയില്ലേ? അതെ. നമ്മുടെ കച്ചവടം നാളെ ഉച്ചയ്ക്ക് അവസാനിപ്പിക്കും. പരിപാടിയെല്ലാം നിർത്തും. നമുക്ക് കുതിര പിടിക്കാൻ പോകണം. അമ്മയെടുക്കാൻ പോകണം. അപ്പൊ നമ്മളിത് സീസണിൽ മാത്രമേ ഉള്ളൂ ചേട്ടാ? അതോ ഉത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ? മറ്റുള്ള പരിപാടി ഒന്നുമില്ല. പിന്നെ അപ്പൊ ചേട്ടാ ഈ സ്ഥലം ഒന്ന് നമ്മുടെ ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുത്തത് എവിടെയാണ്? ചെട്ടുളങ്ങര അമ്പലത്തിന് നേരെ തെക്കേ നട പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ബദാംചോട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഒറിജിനൽ കർഷകർ കൃഷി ചെയ്യുന്ന പച്ചക്കറിയും കിട്ടും. ഉറപ്പായിട്ടും ഈ ഉത്സവം കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് പോകും. ഈ സെയിം തട്ടിൽ തന്നെ ഈ തട്ടയിൽ തന്നെ ഫുള്ള് സാധനം നാച്ചുറൽ ആയിട്ടുള്ള സാധനം നമ്മൾ കൊണ്ട് ഇവിടെ അതായത് നമ്മൾ വള്ളികുന്നം നൂറിനാട് ആ ഭാഗത്ത് കർഷകരുടെ സാധനം ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല വിഷമില്ലാത്ത പച്ചക്കറി ഇവിടെ വന്നാൽ കിട്ടും. ഉറപ്പായിട്ടും. രാത്രി തന്നെ ഇപ്പോഴും ഒരു വണ്ടി നിർത്തി ഒരു ചേട്ടൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം രാത്രി വന്നതിന്റെ ഉദ്ദേശം എന്താണ് കേട്ടോ. ചേട്ടാ ഈ രാത്രി ഈ കൊഞ്ചും മാങ്ങ ഒക്കെ മേടിക്കാണ്ട് ഇറങ്ങിയാണോ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അടുത്ത് തന്നെ. അപ്പൊ ഇന്ന് കൊഞ്ചും മാങ്ങ കറി വെച്ചോ? നാളെയാണ് പ്രധാന ദിവസം. അപ്പൊ ഈ രാത്രി 12 മണി ആയപ്പോൾ നമ്മൾ മേടിക്കാൻ ഇറങ്ങിയേക്കും. ഇതില്ലാതെ പരിപാടിയില്ല. അത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ. അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ കൊഞ്ചും മാങ്ങയൊക്കെ മേടിക്കുകയാണ്. എന്തെങ്കിലും വേണോ? ഈ വഴി ഞാൻ എങ്ങോ കണ്ടുവരികയുണ്ട്. നമസ്കാരം.